ഉന്നതിയോടുകൂടി നല്ല രീതിയിൽ പാലായുടെ പഴയ പ്രൗഢി കൂടെ പുനർജീവിച്ചെടുക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ഒരുപോലെ ജീവിക്കുന്ന കൗൺസിലർമാരുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ലിസിക്കുട്ടിനാഥിയുടെ കാര്യം അവരോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ മാനസികമായിട്ടും ചേച്ചി എന്നും ഞങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു കാര്യം തന്നെയാണ്, നമ്മൾക്ക് പാലാ നഗരസഭയിലെ മെജോറിറ്റി ആയിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനാണ് ഞങ്ങൾ നഗരവികസന സമിതി എന്ന് തന്നെ ഈ ഒരു കൂട്ടായ്മയെ പേരിട്ട് വിളിക്കുന്നത്. എനിക്കെതിരെ നിയമ നടപടിയോ ഈ പ്രീ പോളും പോസ്റ്റ് പോളും ആയിട്ടുള്ള ഓരോ എഗ്രിമെന്റ്സിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതെനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ഹൈക്കോടതി തന്നെ പരാമർശിച്ചിരിക്കുന്ന ഒരുപാട് നിലപാടുകളുണ്ട്. അതിനെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ വിമതയായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് UDF വൈസ് ചെയർമാനായത്? അതെ, അത് നമ്മൾക്ക് ഒരു വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് മുനിസിപ്പാലിറ്റിയില് റൂൾസ് അനുസരിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ നോ കോൺഫിഡൻസ് മോഷന്റെ വെയിറ്റേജ് അഥവാ അതിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തേലും കാരണത്താലായിരിക്കുമല്ലോ. അതേ കാരണത്താൽ തന്നെയാണ് അത് ഇവിടെ നടപ്പായതും. അല്ല, ഇപ്പൊ പ്രതികാരം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കിത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അത്രേ ഉള്ളൂ, അത്രയും തന്നെ ഉള്ളൂ. സുസ്ഥിര ഭരണം കാഴ്ചവെക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ വലിയ രീതിയിൽ വിവേചനം നേരിട്ടുന്നതാണ്. നിങ്ങൾ നഗരസഭാധ്യക്ഷയാവുമ്പോൾ ഈ വിവേചനത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഡെഫിനറ്റ് ആയിട്ടും അത് തന്നെയാണ് എന്റെയും ഉദ്ദേശം. ഇങ്ങനെയൊരു വിവേചനം ഒരു കാരണവശാലും ഞങ്ങൾ ഒരു ഒറ്റക്കെട്ടായിട്ട്, അതായത് കൗൺസിലർമാരോട് കൂടി തന്നെ ഓരോരുത്തരും പാലക്കാർ ഓരോരുത്തരും തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെയുള്ള ഓരോ വിഭാഗം ആൾക്കാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി ഈ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഒരു കാലഘട്ടം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം.